700 പ്ലസ് ഹോഴ്സ് പവർ പുഷ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. BMW 2007 മാസ് പ്രൊഡക്ഷൻ ആയിട്ട് പുറത്തിറക്കിയ ആദ്യത്തെ, അവരത് ബിൽഡ് ചെയ്തത് അത്യാവശ്യം ബുള്ളറ്റ് പ്രൂഫ് ആയിട്ട് തന്നെയാണ്. ടൂണേഴ്സിന്റെ ഇടയിലും കാർ ക്രേസ് ഉള്ളവരുടെ ഇടയിലും എല്ലാവരും പറയുന്നതാണ് ജർമ്മൻ 2JC എന്ന് നമ്മുടെ N54 എഞ്ചിൻസിന്. ഓൾമോസ്റ്റ് 315 ഹോഴ്സ് പവർ ടു ദ ക്രാങ്ക് വരും. N55 പോലും സെർവോ മോട്ടോർ ഭയങ്കര ഇഷ്യൂ ആണ്. N55ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂണിങ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് N54 335 വരുന്ന എഞ്ചിൻ ജർമ്മൻ 2JC എന്നറിയപ്പെടുന്നതെന്ന്. ടൂണേഴ്സിന്റെ ഇടയിലും കാർ ക്രേസ് ഉള്ളവരുടെ ഇടയിലും അത്യാവശ്യം എല്ലാവരും പറയുന്നതാണ് ജർമ്മൻ 2JC എന്ന് നമ്മുടെ N54 എഞ്ചിൻസിന്. 2JC എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ സുപ്രയിൽ വരുന്ന എഞ്ചിനായിരുന്നു. വളരെയധികം ട്യൂണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന റെവല്യൂഷണറി എഞ്ചിൻ ആയിരുന്നു 2JC. അതുപോലെ തന്നെ BMW 2007 മാസ് പ്രൊഡക്ഷൻ ആയിട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ട്വിൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് N54. അത് വരുന്നത് 3 ലിറ്റർ ഇൻലൈൻ 6 ആണ് വരുന്നത്. അതായിരുന്നു BMW ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന 2007. അതിനു മുമ്പും BMW ടർബോ എഞ്ചിൻ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അത് അവർ അത്രയും മാസ് പ്രൊഡക്ഷൻ ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഡയറക്റ്റ് ഇൻജക്റ്റഡ് ട്വിൻ ടർബോ ചാർജ്ഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവരത് ബിൽഡ് ചെയ്തത് അത്യാവശ്യം ബുള്ളറ്റ് പ്രൂഫ് ആയിട്ട് തന്നെയാണ്. അതിന്റെ ഇന്റേണൽസ് എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കണം. അതായത് ഫോർജ്ഡ് ക്രാങ്ക് ഷാഫ്റ്റ്, ഫോർജ്ഡ് കണക്ടിംഗ് റോഡ്സ്, അതുപോലെ അതിന്റെ പിസ്റ്റണിങ്സിന് പറയുകയാണെങ്കിൽ ബീഫി കാസ്റ്റ് പിസ്റ്റൺ ആണ് വരുന്നത്. അതെ, കാസ്റ്റ് അയൺ, നല്ല ബീഫി ആയിട്ടുള്ളതാണ് വരുന്നത്. അന്ന് പറഞ്ഞാൽ അലുമിനിയം ബ്ലോക്കും അലുമിനിയം ഹെഡും ആണ് വരുന്നത്. പക്ഷെ പറഞ്ഞ പോലെ ഫോർജ്ഡ് ഇന്റേണൽസ് ഉള്ളതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ 700 to 800 സ്റ്റോക്ക് ടർബോയിൽ പുഷ് ചെയ്യാം. പക്ഷേ സ്റ്റോക്ക് ടർബോ അത്ര നിൽക്കത്തില്ല. ചിലപ്പോൾ ഒരു 2 റണ്ണ് കഴിയുമ്പോൾ പോകും. പക്ഷേ നമ്മളൊരു സിംഗിൾ ടർബോ റണ്ണാണ് സ്റ്റോക്ക് ഇന്റേണൽസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വണ്ടി കൊണ്ടുപോകാം. 700 പ്ലസ് ഹോഴ്സ് പവർ പുഷ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. സ്റ്റോക്ക് ഇന്റേണൽസ് ഒരു 600 to 700 ബാൻഡിൽ നിൽക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് ഡെയിലി ഡ്രിവൺ ചെയ്ത് നടക്കും. ഒരു ട്യൂണിംഗ് സെഗ്മെന്റിൽ ഉള്ളവർക്ക് അറിയാം 335-300 ഹോഴ്സ് പവർ ആണ് സ്റ്റോക്ക് വരുന്നത്. അതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ദ ഹോഴ്സ് പവർ സ്റ്റോക്ക് എഞ്ചിനിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. വേറെ ഒരു പ്ലാറ്റ്ഫോമിലും തന്നെ അത്രയും കിട്ടത്തില്ല. ഇന്റേണൽസ് ആദ്യമേ പോകും. ഈവൻ നമ്മൾ BMW തന്നെ വേറെ എഞ്ചിൻസ് എടുത്ത് നോക്കിയാൽ പോലും നമ്മളിപ്പോൾ 328ന്റെ എഞ്ചിനാണെങ്കിലും അല്ലെങ്കിൽ 330യുടെ എഞ്ചിനാണെങ്കിലും അതൊന്നും ഇത്രയും പുഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഈവൻ സ്റ്റോക്ക് 335 ഡൈനോ ചെയ്തപ്പം ഓൾമോസ്റ്റ് 280 വീൽ ഹോഴ്സ് പവർ സ്റ്റോക്ക് ടർബോയിൽ പുഷ് ചെയ്തു വിത്തൗട്ട് എ ട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 315 ഹോഴ്സ് പവർ ടു ദ ക്രാങ്ക് വരും. N54 വന്ന വണ്ടികൾ എന്ന് പറയാനാണെങ്കിൽ റിലീസായി 2006 ലാസ്റ്റ് ആണ്. അപ്പം 2007 മുതലുള്ള 335 വന്നിട്ടുണ്ട്, 535 വന്നിട്ടുണ്ട്, C4 35i വന്നിട്ടുണ്ട്, X5 35i വന്നിട്ടുണ്ട്, 135 കൂപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് വണ്ടികളിൽ വന്നിട്ടുണ്ട് N54 ടിൽ 2011 ആണ് ഇങ്ങനത്തെ കാറുകളിൽ നിന്നത്. അത് കഴിഞ്ഞാണ് അവർ IS335 IS മോഡൽ ഇറക്കിയത്. അതൊരു 2 ഇയേഴ്സും കൂടെ പോയി. ഓൾമോസ്റ്റ് 2012 എൻഡ് 2013 പ്രൊഡക്ഷൻ തീർന്നിട്ടുണ്ട്. അതുവരെയാണ് N54 എഞ്ചിൻസ് ഇറങ്ങിയത്. അത് കഴിഞ്ഞാണ് ഇതിന്റെ റിവിഷൻ വന്നിട്ട് N55 എന്ന് പറഞ്ഞ് ട്വിൻ സ്ക്രോൾ ടർബോ വന്നത്. അതിന്റെ കുറച്ച് എഞ്ചിൻ സംബന്ധമായിട്ട് കുറച്ച് റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്. N55 നോക്കുവാണെങ്കിൽ അതിന് വരികയാണെങ്കിൽ അലുമിനിയം ബ്ലോക്ക് ആണ്, അലുമിനിയം ഹെഡ് ആണ്. പിന്നെ വ്യത്യാസം വന്നേക്കണമെന്ന് പറഞ്ഞാൽ കാസ്റ്റ് പിസ്റ്റണും കാസ്റ്റ് ക്രാങ്കും കാസ്റ്റ് കണക്ടിംഗ് റോഡും. N54 ഫോർജ്ഡ് ആയിരുന്നു. അത് ഭയങ്കര ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതെ, N54 വന്നപ്പം അവരത് ഡൗൺഗ്രേഡ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാസ്റ്റ് അയണിലേക്ക്. N54ന്റെ കുറച്ച് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടാണ് N55 ഇറങ്ങിയതെങ്കിലും പക്ഷേ N55 സക്സസ് ആണെന്നും അതുപോലെ എല്ലാവർക്കും വേണമെന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഗ്രാബ് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല N55. ചിലവർക്ക് N55 ഇഷ്ടമാണ്, ട്രബിൾ കുറവായതുകൊണ്ട്. പക്ഷേ ചിലവർക്ക് N54 ആണ് ഇഷ്ടം. അത് ഇവൻ N55 പോലും സെർവോ മോട്ടോർ ഭയങ്കര ഇഷ്യൂ ആണ്. അത് അത്യാവശ്യം നമുക്ക് അറിയാവുന്നവർക്ക് കുറെ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് സെർവോ മോട്ടോർ. അതും സിമ്പിൾ പണിയല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ്ങും ആണ്. N55ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫ്രണ്ട്ലി അല്ല. ഒരു N55 ട്യൂൺ ചെയ്യണമെങ്കിൽ അതിന്റെ DME നമ്മൾ അൺലോക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു N54 എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓയിൽ ലീക്ക് ഒബ്വിയസ്ലി കാണും വണ്ടിക്ക്. BMW മിക്ക വണ്ടിക്ക്, അതിപ്പോൾ N54 എന്നല്ല, മിക്ക വണ്ടിക്കും ഓയിൽ ലീക്ക് കാണും. അത് മെയിൻ സ്പോർട്സ് ആണ് ഓയിൽ ഫിൽട്ടർ ഹൗസിങ്. പിന്നെ വരുന്നത് വാൽവ് കവർ, പിന്നെ സമ്പ്, പിന്നെ ഓയിൽ പാൻ ഗ്യാസ്കറ്റ്, പിന്നെ വരുന്നത് വാനോസിന്റെ അവിടെ നിന്ന് ലീക്ക് കാണും. പിന്നെ വാക്വം പമ്പിന്റെ അവിടെ നിന്ന് ചില പെട്രോൾ വണ്ടിയൊക്കെ ഓൺ ടർബോ വണ്ടിയൊക്കെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ നോർമലാണ് ഒരു BMW എന്ന് പറയുമ്പോൾ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് N54നെ മാറ്റി നിർത്തുന്നത് ഇപ്പം
രണ്ട് കുഞ്ഞു ടർബോ അതൊക്കെ. അപ്പോൾ ടർബോയ്ക്ക് വേസ്റ്റ് ഗേറ്റ് റാറ്റിൽ ഭയങ്കര ഒരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ഹോൾഡ് ചെയ്യത്തില്ല. ബൂസ്റ്റ് ഹോൾഡ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, വേസ്റ്റ് ഗേറ്റ് ലാറ്റിൽ നമുക്ക് അരോചകമാവാനുള്ള അതെ, നിന്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ വണ്ടിക്ക് ഞാൻ വണ്ടി മേടിച്ച സമയത്ത് വേസ്റ്റ് ഗേറ്റ് ലാറ്റിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 3000-4000 RPM റെവ് ചെയ്ത് നമ്മൾ വിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വേസ്റ്റ് ഗേറ്റ് റാറ്റിൽ പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ പറ്റും. ഈവൻ വണ്ടിയിൽ നിന്ന് അകത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര അരോചകമായിട്ടൊരു സൗണ്ടാണത്. എൻ്റെ ടർബോയുടെ ഓയിൽ സീല് പോയായിരുന്നു, അതുപോലെ സ്മോക്ക് വരും, ഓയിൽ ബേണിംഗ് ഇഷ്യൂ, ഭയങ്കരമായിട്ട് ഓയിൽ കൺസംഷൻ ഉണ്ടായിരുന്നു. 54ന്റെ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിന് റീകോൾ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് മാത്രമല്ല, ഇഞ്ചക്ടർ ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആണ്. അത് എക്സ്പെൻസീവ് ഇഷ്യൂ ആണത്. ഞങ്ങളുടെ ഇരിക്കണ 2008 വണ്ടിയാണ്. അപ്പോൾ ഈ 2007, 8, 9, 10 വരെയുള്ള വണ്ടികൾ, ആദ്യത്തെ ജനറേഷൻ വണ്ടികൾ, പ്രീ LCA വണ്ടികൾ വന്നത് ഇൻഡെക്സ് 5, 6, 7 ഇഞ്ചക്ടറുകളൊക്കെയാണ് വന്നേക്കണത്. അതെന്ന് പറഞ്ഞാൽ ഫെയിലിയർ റേറ്റ് ഭയങ്കര കൂടുതലുള്ള ഇഞ്ചക്ടേഴ്സ് ആണത്. എല്ലാവരും ഒരു ഇൻഡെക്സ് 12 ആണ് ഫൈനൽ റിവിഷൻ വന്നേക്കുന്നത്. 2012, 2013 വണ്ടികളെല്ലാം എല്ലാവരും അതിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്യൂൽ ലീക്ക് വരാം, മിസ് ഫയർ വരാം, അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും കണ്ടാൽ യൂസ്ഡ് നല്ല കിട്ടുമ്പോൾ അപ്പോൾ മാറ്റാറാണ് പതിവ്. ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നതാണ്, നമുക്ക് ഹൈ മൈലേജിലേക്ക് വരുമ്പം കാർബൺ ബിൽഡപ്സ് ഉണ്ടാവും. ഇൻടേക്ക് വാൽവ്സിലോട്ട് കാർബൺ ബിൽഡപ്സ് വരും. അതെ, അപ്പോൾ നമ്മൾ വാൾനട്ട് ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. നാട്ടിൽ ഞാൻ വാൾനട്ട് ബ്ലാസ്റ്റ് കണ്ടിട്ടില്ല, വാൽവ് ക്ലീനിങ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ കളയുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇൻടേക്കിന്റെ നമുക്ക് നാട്ടിൽ വാൾനട്ട് ബ്ലാസ്റ്റ് ഇല്ല, പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പോലും അറിഞ്ഞത്. അതെ, ഞാൻ എന്റെ വണ്ടിയുടെ വാൾനട്ട് ബ്ലാസ്റ്റ് ചെയ്തായിരുന്നു. വലിയ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല, $300 അത്രേ ആവും. പക്ഷെ അത് വാൽവ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ക്ലീൻ ആവും. അതെ, നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. ഈവൻ ത്രോട്ടിൽ റെസ്പോൺസിൽ വ്യത്യാസം വരും. അതെന്ന് പറഞ്ഞാൽ വാൽവ് കറക്റ്റ് ആയിട്ട് സീറ്റ് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻജക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര കാർബൺ ബിൽഡപ്പ് ഒന്ന് വാൽവ് കറക്റ്റ് സീറ്റ് ആവാതിരിക്കുമ്പോൾ നമുക്ക് കംപ്രഷൻ ലീക്ക് വരും. കംപ്രഷൻ ലീക്ക് വരുമ്പം പവർ ലോസ് വരും ഒബ്വിയസ്ലി. അപ്പം ഇത് വാൾനട്ട് ബ്ലാസ്റ്റിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി റെസ്പോൺസും കൂടും, പവറും നമുക്ക് കൂടും. അതെ, ഈവൻ ഫ്യൂൽ എഫിഷ്യൻസി കൂടും. ഇപ്പോൾ ഒരു സ്റ്റോക്ക് N54 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ചാർജ് പൈപ്പ് അപ്ഗ്രേഡ്. സ്റ്റോക്ക് ചാർജ് പൈപ്പ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതിപ്പോൾ ഏജ്ഡ് ആയി, ഇപ്പോൾ ഒരു 15 years അല്ലെങ്കിൽ 10 years പഴക്കമുള്ള ഒരു കാർ എന്ന് പറയുമ്പോൾ അത്രയും ഹീറ്റപ്പ് ആയി, കോൾഡായി സൈക്കിളിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഭയങ്കര ബ്രിട്ടിൽ ആയിരിക്കും. അത് ഒബ്വിയസ്ലി നമ്മൾ സ്റ്റേജ് 1 അടിച്ച് അത്ര ബൂസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് പൊട്ടും. എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ സ്റ്റേജ് 1 അടിച്ചപ്പം ആദ്യം തന്നെ പോയ ഒരു സാധനമായിരുന്നു പ്ലാസ്റ്റിക് ചാർജ് പൈപ്പ് പൊട്ടിയെന്നുള്ളത്. അപ്പം ഒത്തിരി നമുക്കിപ്പം ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം VRSF, അതല്ലെങ്കിൽ ബർഗർ വരുന്നുണ്ട്, ARM വരുന്നുണ്ട്, ARMന്റെ ചാർജ് പൈപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാനും ഓൾറെഡി VRSF ആണ് നമുക്ക് ഇവിടെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലോ ഓഫ് വാൽവ് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റോക്ക് ഡ്രൈവർ വാൽവ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അപ്ഗ്രേഡ് ആയിട്ടുള്ള ബ്ലോ ഓഫ് വാൽവുകൾ ഞാൻ ടെയിലിന്റെ അണ്ടർ റൺ ചെയ്യണേ. ഞാൻ റൺ ചെയ്യുന്നത് HKSന്റെ. രണ്ടിന് സൗണ്ട് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത് പെട്ടെന്ന് ഒരാളേക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഡെയിലി ഡ്രിവൺ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാം രണ്ട് വണ്ടിക്ക് രണ്ട് സൗണ്ട് ആകും. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻലെറ്റ്സ് മാറ്റണം. ട്വിൻ ടർബോ ആണ് പറഞ്ഞാൽ അപ്പോൾ 2 ഇൻലെറ്റ്സ് ആണ്, ഒരെണ്ണം ഫ്രണ്ടിൽ കൂടെ ഒരെണ്ണം എഞ്ചിന്റെ ബാക്കിൽ കൂടെ ഇൻലെറ്റ് വരുന്നത്. അപ്പോൾ ഇൻലെറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ഇൻലെറ്റ്സ് ആണ്, ട്യൂബ്സ്, റേഡിയസ് ഭയങ്കര കുറവ്. അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് അപ്പോൾ കൂടുതൽ എയർ ടർബോയിലോട്ട് ചെല്ലാനുള്ള ഒരു ഓപ്ഷൻ, അതും വലിയ കോസ്റ്റിൽ $100 നമുക്ക് സാധനം കിട്ടും. പക്ഷെ അതിന്റെ ലേബർ എന്നുവെച്ചാൽ ഫ്രണ്ട് ടർബോടെ നമുക്ക് മാറാം, റിയർ ടർബോടെ മാറാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. ആക്സസിബിൾ അല്ല, എഞ്ചിൻ ബേ ഭയങ്കര ക്രൗഡഡ് ആണ്, നമുക്ക് ആക്സസിബിൾ അല്ല. പിന്നെ വാനോസ് സോളിനോയിഡ് ഇത് ക്ലീൻ ചെയ്യണം. ഇപ്പം നമ്മളിപ്പം കോൾഡ് സ്റ്റാർട്ടിലൊക്കെ ഭയങ്കര റഫൈഡിലാണ്, ഫ്ലക്ച്വേഷൻ കൂടുതലാണെങ്കിൽ മിസ്ഫയർ തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല. ഏതൊരു വാനോസ് സോളിനോയിഡ് ആയിരിക്കാം. അപ്പോൾ വാനോസ് സോളിനോയിഡ് ക്ലീൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അതും അത്ര FC Puro വിൽക്കുന്നുണ്ട്. Puro നല്ലൊരു വെബ്സൈറ്റ് ആണ്, അവർ ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം FC Puroയുടെ യൂസ് ചെയ്യാം. പിന്നെ N54 എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ മെയിൻ്റനൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ആദ്യം തന്നെ ചെയ്യുക. ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ലീക്ക് വെച്ചോണ്ട് ഒരിക്കലും ആരും വണ്ടി ഓടിക്കരുത്. അതെ, അത് ഓടിച്ചാൽ ഭയങ്കര വലിയൊരു ഡിസാസ്റ്ററിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. അതിനാന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് നേരെ നമ്മുടെ സർപ്പൻ്റെ ബെൽറ്റിന്റെ മുകളിലായിരിക്കും. ഈ ലീക്ക് ആവണ ഓയിൽ മുഴുവൻ ബെൽറ്റാ കൂടെ ആയിരിക്കും. ഡ്രിപ്പ് ആവുന്നത് നേരെ ബെൽറ്റിലേക്കാണ്. അങ്ങനെ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പായിട്ട് ക്രാങ്ക് കേസിലേക്ക് പുള്ളി ചെയ്യാനായിട്ടുള്ള സാധ്യത ഒത്തിരി കേസസ് ഉണ്ട്. അഥവാ ക്രാങ്കിലോട്ട് കയറി അത് അങ്ങ് ക്രാങ്ക് ഹബിനകത്തോട്ട് കയറി ഈറ്റണപ്പ് ആയി പോയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഞ്ചിൻ സീസ് ആവും. എഞ്ചിൻ സീസ് ആയി ഇന്റേണൽസ് ഫുള്ള് പോകും. പിന്നെ നമുക്ക് എഞ്ചിൻ റീബിൽഡ് ആണ്. അതെ, എഞ്ചിൻ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിൽ വെറുത്തല്ല.
ചെറിയൊരു പണിയിൽ നിന്ന് വലിയ പണി വാങ്ങിക്കുക എന്നുള്ള പരിപാടിയാണ് അത്. ഫസ്റ്റ് തന്നെ ഓയിൽ ഫിൽട്ടർ ഹൗസിങ്ങിന്റെ ലീക്കൊക്കെ അഡ്രസ്സ് ചെയ്ത് വിടുവാണെങ്കിൽ സേഫ് സൈഡ് ആയിരിക്കും. വന്ന ലീക്കാണ് വാൽ കവർ, PCV പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുക വരും. എന്ന് പറഞ്ഞാൽ PCV പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷനിൽ കൂടെ ഓയിൽ ഇൻലെറ്റിലോട്ട് പോകും. ആ ഓയിൽ ടർബോയിൽ പോയി ബേണായി സ്മോക്ക് ആയിട്ട് വരും. PCV ഒക്കെ N54 മാറുന്നത് ഭയങ്കര സിമ്പിളാണ്.